ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇപ്പോൾ മാൾട്ടയിലാണുള്ളത്. അപ്പോൾ മാൾട്ടയിൽ നമ്മൾ ബസ് സ്റ്റേഷനും അവിടുത്തെ കുറച്ച് കാര്യങ്ങളും ഇവിടെ എങ്ങനെയാണ് എന്നൊക്കെ നമ്മളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം എല്ലാം ഫ്രീ ആണ്. അവിടെ നമുക്ക് ബസ്സിൽ നമുക്കൊരു കാർഡ് എടുത്താൽ മതി. താലിഞ്ച കാർഡ് എന്ന് പറഞ്ഞ കാർഡുണ്ട്. ആ കാർഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ബസ് എത്ര വേണമെങ്കിലും ട്രാവൽ ചെയ്യാൻ ഡെയിലി. നമുക്കതിനൊരു പ്രത്യേകിച്ച് ഫീസും കാര്യങ്ങളൊന്നും വരുന്നില്ല. ആ ഒരു വൺ ടൈം പേയ്മെൻറ്റിൽ നമുക്ക് കുറേയധികം ട്രാവൽ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ മാൾട്ടയിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ഒരു ഇൻറ്റീരിയർ എന്നൊക്കെ പറയുന്നത്. എല്ലാ ബസ്സുകളെല്ലാം സെയിം ഇൻറ്റീരിയറാണ് എല്ലാ ബസ്സിനും കൊടുത്തിരിക്കുന്നത്. മിക്കവാറും ബസ്സുകളെല്ലാം തന്നെ ഇലക്ട്രിക്കാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എനിക്ക് തോന്നുന്നു ഈ ഒരു ഫ്രീ ഫെസിലിറ്റി കൊടുക്കുന്നതിന് കാരണം തന്നെ ഇത് ഇലക്ട്രിക് ആയതുകൊണ്ടായിരിക്കാം. ഇത് പൊല്യൂഷൻ ഫ്രീ ആണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സംഭവം തന്നെയാണ് ഇവിടുത്തെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഈ ഒരു ബസ്സിൻ്റെ നമ്മൾ കയറിയിരിക്കുന്ന ബസ്സിൻ്റെ ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. നമ്മൾ വെളിയിലേക്ക് നോക്കുമ്പോഴത്തേനും ഇവിടെ എല്ലാ ഗ്ലാസ്സിലും ഇങ്ങനെ ഒരു ഫിലിം ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ നല്ല ചൂടാണ്. വേനൽക്കാലം ആകുമ്പോഴത്തേനും നല്ല അധികം ചൂട് വരും. അപ്പോൾ ആ ചൂടിനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊരു കൂളിംഗ് ഫിലിം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മലയാളികൾ കൗണ്ടിൽ കൂടുതലുള്ള ഒരു രാജ്യം തന്നെയാണ് മാൾട്ട എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് വിസ റിജക്ഷൻസും കാര്യങ്ങളൊക്കെ ഈ രാജ്യത്ത് വരുന്നുണ്ട്. ഒരുപാട് നിയമങ്ങൾ മാറുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മാറുന്നുണ്ട്. നമ്മൾ ഇന്ന് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവന് DHL കൊറിയർ, ഇവിടെ DHL കൊറിയർ ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആണെങ്കിലും നമുക്ക് ഇങ്ങോട്ട് സർട്ടിഫിക്കറ്റ്സും ഒക്കെ നമുക്ക് അയക്കാൻ പറ്റും, എന്ത് വേണമെങ്കിലും അയക്കാൻ പറ്റും. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് പാഴ്സൽ കളക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങനെ പോകാം. നമ്മളിപ്പം വന്നിരിക്കുന്നത് വല്ലേറ്റയിലാണ്. വല്ലേറ്റ എന്ന് പറയുന്നത് മാൾട്ടയുടെ ഒരു ബസ് സ്റ്റേഷൻ, മെയിൻ ഒരു ബസ് സ്റ്റേഷനാണ്. മാത്രമല്ല വല്ലേറ്റയാണ് ക്യാപിറ്റൽ. മാൾട്ടയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് തന്നെ വല്ലേറ്റയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു സമ്മർ ഡേയ്സ് ആയതുകൊണ്ട് ഒരുപാട് ടൂറിസ്റ്റ് ഇപ്പോൾ വിസിറ്റ് ചെയ്യുന്നൊരു സമയമാണ് ഇപ്പോൾ കാണുന്നത്. നമ്മുടെ ഈ സീസൺസ് ഇങ്ങനെ മാറി വരുന്നൊരു രാജ്യം തന്നെയാണ് മാൾട്ട എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നേരെ നടന്നു പോയിട്ട് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബസ് സ്റ്റേഷനിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ, ഞാനും ഫ്രണ്ടും കൂടെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ലെഫ്റ്റ് സെക്ഷനിൽ നമുക്കിങ്ങനെ ഒരു റൗണ്ട് ബോട്ടം കാണാം. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ ക്രാഫ്റ്റാണ്. നല്ലൊരു ബ്യൂട്ടിഫുള്ളായിട്ട് അറേഞ്ച് ചെയ്തിട്ട് ഒരു വാട്ടർ ഫ്ലോയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് കൊടുത്തിരിക്കുന്ന. പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് ഷോസൊക്കെ വരുന്ന ഒരു ഏരിയ തന്നെയാണ് വല്ലേറ്റയിലെ ഈ ഒരു സെൻട്രൽ ഭാഗം എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഏരിയ. വളരെ മനോഹരമായിട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. ഇവിടുത്തെ യൂറോപ്യൻ കൺട്രീസിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്ന അവർ ഈ സോഷ്യൽ സ്ഥലങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ പ്ലേസസ് അതെല്ലാം അവർ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് കീപ്പ് ചെയ്യുന്നത്. അതിലൊരു നമുക്ക് പ്രത്യേകിച്ചൊരു അഴുക്ക് കാണില്ല. എന്തെങ്കിലും ഒരു എന്താ പറയുക, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു മോശമായ രീതിയിൽ അത് അവർ തന്നെ ദുരുപയോഗം ചെയ്യാറില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഏത് യൂറോപ്യൻ കൺട്രീസിൽ പോയാലും നമുക്ക് ഇതുപോലുള്ള കുറച്ച് റൗണ്ട് ബോട്ടംസും അവിടെ കുറച്ച് മനോഹരമായിട്ടുള്ള ക്രാഫ്റ്റ്സും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല വേനൽ അല്ലെങ്കിൽ നല്ല വെയിലുള്ള സമയമൊക്കെ ആയതുകൊണ്ട് ഇതിന് ചുറ്റും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൂടുന്നുണ്ട്. ഇവിടുത്തെ വെയിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഭയങ്കര രൂക്ഷമായിട്ട് അങ്ങനെ തെളിയുന്ന ഒരു വെയിലില്ല. ജസ്റ്റ് ഒരു തണലത്തേക്ക് മാറി എന്നാൽ കുറച്ച് ആശ്വാസം കിട്ടുന്ന ടൈപ്പ് ഓഫ് ഒരു പ്രത്യേകത, ഒരു സൈക്കോ വെയിലാണ് ഇവിടെ തെളിയുന്നത്. ഇവിടെ നമുക്ക് ഈ റൈറ്റ് സൈഡിലായിട്ട് നമുക്കിങ്ങനെ കുറേ ഇങ്ങനെ കടകളൊക്കെ കാണാം. എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ടൂറിസ്റ്റിനും നമ്മുടെ ആൾക്കാർക്കും ഒക്കെ നമുക്ക് നമ്മുടെ ആൾക്കാർക്ക് മലയാളികൾക്ക് തന്നെ ഇവിടെ ഒരുപാട് കടകളുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ മലയാളി പിന്നെ ഏത് രാജ്യത്ത് ചെന്നാലും ഏത് മൂലയിൽ ചെന്നാലും നമുക്കുണ്ടല്ലോ, മലയാളികളുണ്ടല്ലോ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മെയിൻ ബസ് സ്റ്റേഷൻ. ഞാൻ പറഞ്ഞ ആ ഒരു ബസ് സ്റ്റേഷൻ. ഇവിടെ കുറച്ച് ബോർഡുകളൊക്കെ കാണാം ഈ റൈറ്റ് സൈഡിലായിട്ട്. ആ ഒരു ബോർഡ് നോക്കിയിട്ട് നമുക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അവിടെ വരുന്ന ബസ്സുകളെല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇവിടെ ഫ്ലോറിലെല്ലാം അടിപൊളിയായിട്ട് അങ്ങനെ കീപ്പ് ചെയ്ത്. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു സോഷ്യൽ പ്ലേസസിലൊക്കെ നമുക്ക് മണ്ണ് കാണാൻ പറ്റില്ല. മണ്ണ് വളരെ കുറവായിരിക്കും. ഫുള്ളിങ്ങനെ ഇൻ്റർലോക്ക് സംവിധാനം പോലെ ഇങ്ങനെ ഫുള്ളിങ്ങനെ അറേഞ്ച് ചെയ്ത് ബ്യൂട്ടിഫുള്ളായിട്ട് ഇങ്ങനെ കീപ്പ് ചെയ്തിരിക്കും. ഇങ്ങനെ ഓരോരുത്തരൊക്കെ നമുക്ക് അവിടെ ചെന്ന് നോക്കുന്നത് കാണാം. എല്ലാവരും ഇങ്ങനെ ആ ഒരു ഏരിയയിൽ തന്നെ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ മാപ്പിൽ തന്നെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇൻ കേസ് ഇപ്പോൾ മാപ്പ് നോക്കിയില്ലെങ്കിൽ പോലും നമുക്കല്ലാതെ തന്നെയാണെങ്കിൽ ഇങ്ങനെ ഈ ബസ് കയറി പോകാനുള്ളൊരു എന്താ പറയുക, ഇൻഫർമേഷൻ ബോർഡ് നമുക്ക് അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കും. അപ്പോൾ നമ്മൾ പോകേണ്ട സ്ഥലത്തേക്കുള്ള ബസ് എവിടെയാണെന്ന് നമ്മളിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു താഴെ ഇതിൻ്റെ ഒരു താഴേക്കും ഇങ്ങനെയുണ്ട്. അപ്പോൾ അവിടെ പോയാണ് നമ്മൾ കയറേണ്ടത്. അങ്ങനെ നമ്മളൊരു ബസ്സിൽ കയറി നമ്മൾ പോകേണ്ട സ്ഥലത്തേക്കുള്ള ബസ്സിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എല്ലാ ഒരു ബസ്സിലും ഇങ്ങനെ ഒരു കൂളിംഗ് ഫിലിം കാണും. ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേന് ഈ കൂളിംഗ് ഫിലിം പൊട്ടിച്ചിട്ടുള്ളതുകൊണ്ട് ഒരുപാട് വെയിലൊന്നും അകത്തേക്ക് ഇങ്ങനെ ഒരുപാട് കയറാണ്ട് അല്ലെങ്കിൽ നമുക്ക് അകത്തിരിക്കുന്ന ആൾക്കാർ വളരെ കംഫർട്ടബിൾ ആയിരിക്കും മെയിൻ. അപ്പോൾ നമ്മൾ പോകേണ്ട സ്ഥലത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പം ബസ്സൊക്കെ കിട്ടി നമ്മളിങ്ങനെ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരുപാട് വെയിലിൻ്റെ ഒരു ചൂടൊന്നും ബസ്സിനകത്തേക്ക് ഒരുപാട് കയറുന്നില്ല. ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതാണ്. കാര്യം നമ്മൾ എത്ര വേനൽ ചൂടുള്ള സമയത്താണെങ്കിലും നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഈ ചൂടെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിക്കുള്ള ചൂടുകൾ. അതേപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കൊച്ചിയിലൊക്കെ
വരുന്നവരുള്ള വെയിൽ അതിൽ നിന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി ഉള്ളൊരു വെയിലാണ് ഇവിടെ. ഇവിടെ ഒരു പ്രത്യേക തരം സൈക്കോ വെയിലാണ് ഇവിടെ തെളിയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ബസ്സിൻ്റെ ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. ഫുൾ എ സിയാണ്, ഏത് ബസ്സിൽ കയറിയാലും എ സിയാണ്. നിങ്ങൾ മാൾട്ട വന്നു കഴിഞ്ഞാൽ ഏത് ബസ്സിൽ കയറിയാലും വളരെ എന്താ പറയുക, നമ്മളെ ഭയങ്കര സുഖമായിട്ട് യാത്ര ചെയ്യാം, തണുപ്പൊക്കെ അടിച്ച് പോകാൻ പറ്റും. അതാണ് ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ യാത്രത്തിൽ നമ്മൾ ഒരുപാട് ഇന്ത്യൻസിനെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ മലയാളികൾ എണ്ണത്തിൽ കുറച്ച് കുറവാണെന്ന് പറഞ്ഞാലും ഇന്ത്യയിലുള്ള ബാക്കി സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് മാൾട്ട എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ ഒരുപാട് എന്താ പറയുക ക്രിയേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഈ സോഷ്യൽ പ്ലേസസ് ഇവർ കീപ്പ് ചെയ്തിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഏത് സോഷ്യൽ പ്ലേസിൽ പോയാലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾ കൂടുന്ന കുറച്ചൊരു പാർക്ക് അതുപോലുള്ള ഏരിയസിലൊക്കെ പോയാലും നമുക്ക് അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ കീപ്പ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കൊടുത്തിരിക്കുന്ന കുറച്ച് ക്രാഫ്റ്റും അതിൻ്റെ വർക്കുകളൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എത്താറായിട്ടുണ്ട്. ഏറെക്കുറെ നമ്മൾ കൊറിയർ ഓഫീസിൻ്റെ അടുത്ത് നമ്മൾ ബസ്സായിട്ടുണ്ട്. നമ്മുടെ സ്റ്റേഷൻ വരുമ്പോഴത്തേനും അല്ലെങ്കിൽ നമ്മുടെ ബസ് സ്റ്റോപ്പ് വരുമ്പോഴത്തേനും നമ്മൾ നോക്കി ഇറങ്ങുക. പിന്നെ എപ്പോഴും ഒരു ഡിജിറ്റൽ ബോർഡ് കാണും ബസ്സിൽ. ആ ഒരു ബോർഡ് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യും നമുക്ക് എവിടെ ഇറങ്ങണം, അടുത്ത സ്റ്റോപ്പ് ഏതാണെന്നൊക്കെ. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ DHLലേക്ക് പോവാണ്. ഈ ഫ്രണ്ടിൽ കാണുന്ന DHLൻ്റെ ഒരു ഓഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ അവൻ ചെന്ന് നമ്മുടെ പാഴ്സലെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ പാഴ്സൽ കളക്ട് ചെയ്തിട്ട് ഇതേ വഴി തന്നെ തൊട്ട് താഴെ തന്നെ ഏതൊരു ബസ് സ്റ്റോപ്പിനും ഒരു മെയിൻ ഹൈവേ എന്ന് പറയുമ്പോഴത്തേനും ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പ് കാണും. അപ്പോൾ നമ്മൾ വന്നിട്ട് നമ്മുടെ പാഴ്സലെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. തിരിച്ച് ബസ്സിൽ കയറിയിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.